ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെന്റൽ ചാറ്റ് വിത്ത് ഡോക്ടർ പ്രേസി എന്ന ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. BDS കഴിഞ്ഞ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത. ചിലർ MDS പഠിക്കാൻ പോകും, ചിലർ സ്വന്തമായി ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യും, ചിലർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഡെന്റിസ്ട്രി കഴിഞ്ഞ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ദേശത്തിന് വേണ്ടി സേവനം ചെയ്യണം എന്ന് കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഡെന്റിസ്റ്റ് ഇൻ ആർമി എന്നുള്ള പോസ്റ്റ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ആർമിയിൽ ഡെന്റിസ്റ്റിന് പോസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആർമിയിൽ ഡെന്റിസ്റ്റിന് എന്താണ് കാര്യമെന്ന് നിങ്ങൾ ആലോചിക്കാം. ഇപ്പോൾ ആർമിയിലുള്ളവരുടെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും കുട്ടികളുടെയും ഒക്കെ ഡെന്റൽ ചെക്കപ്പാണ് ഇതുകൊണ്ട് മെയിനായിട്ടും അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനു വേണ്ടി അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് 20 to 23 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഒരു BDS പാസ്സായ ഒരാള് ക്യാപ്റ്റൻ റാങ്കിലായിരിക്കും ആർമിയിൽ വർക്ക് ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ക്യാപ്റ്റൻ റാങ്കിലായിരിക്കും ആർമിയിൽ ജോയിൻ ചെയ്യുക. നമുക്കറിയാമല്ലോ, ക്യാപ്റ്റൻ റാങ്ക് എന്ന് പറയുന്നത് കമ്മീഷൻഡ് ആണ്. പലർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കാം ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ ജോയിനിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമായി ആർമിയിൽ ചേരാൻ വേണ്ടത് ഫസ്റ്റ് നീറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നീറ്റ് എൻട്രൻസ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ നീറ്റ് എക്സാം ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തെ, അതായത് ഈ വർഷത്തെ 2020 നോക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിന് കറണ്ട് ഇയറിലുള്ള നീറ്റ് എഴുതുക. അതായത് 2019 ഡിസംബറിലെ അല്ലെങ്കിൽ 2020 ജാനിലെ നീറ്റ് എഴുതുക. അതായത് PG പഠിച്ചു കഴിഞ്ഞ് MDS പഠിച്ചു കഴിഞ്ഞവർക്കും ആർമിയിൽ ചേരാൻ സാധിക്കും. അവർക്കും ഇതേപോലെ തന്നെ നീറ്റ് എക്സാം ഒന്നും കൂടി അപ്ലൈ ചെയ്യണം. നീറ്റ് എൻട്രൻസ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ അതിലുണ്ടാകും. സോ അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഈവൻ നിങ്ങൾ ടിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇവരുടെ ആർമി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, കോൾ ലെറ്റർ വരുമ്പോഴത്തേക്കും ഇത് ടിക്ക് ചെയ്യാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ളതായിട്ടും അറിയാവുന്നതാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എൻട്രൻസ് എക്സാം എഴുതി ഒരു ലെസ് ദാൻ 2500 റാങ്ക് വരുന്നവർക്കായിരിക്കും ഇതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ലെസ് ദാൻ 3000 ഈസ് ഓക്കെ, ബട്ട് 2500 താഴെയുള്ള റാങ്കുകളാണ് കൂടുതലും നല്ലത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇത്രയും റാങ്ക് കിട്ടി, ബെറ്റർ റാങ്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂഷ്വലി ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് എൻഡോടുകൂടിയായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് പേപ്പറിലും അവർ പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ ഇതനുസരിച്ച് അവരുടെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യുക, അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. സോ അവർ ചോദിക്കും BDS ഡിഗ്രി സർട്ടിഫിക്കറ്റ്, BDS ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, നിങ്ങളുടെ പഠിച്ച കോളേജിൽ അപ്രൂവൽ ഉണ്ടോ, അങ്ങനെയുള്ള ചില ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഒരു 200 rupees ഇത്രയുമായിരിക്കും അവർ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആവണം. അതായത് ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നില്ല, അവർ ചില ആൾക്കാരെ മാത്രമായിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ടോപ്സും ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്ലൂ കളറുള്ള ട്രൗസേഴ്സും ഉപയോഗിക്കാം. ഹെയർ നീറ്റ്ലി ടൈഡ് ബാക്ക്, ഹെയർ നന്നായി ബാക്കിലേക്ക് ടൈ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സാരി ഓർ ചുരിദാർ യൂസ് ചെയ്യാൻ ബെറ്റർ ചുരിദാർ ആയിരിക്കും. ഇതൊന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ, ബട്ട് എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഈവൻ നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ഷർട്ട്, ഡാർക്ക് കളർ ആയിട്ടുള്ള ട്രൗസേഴ്സ്, ബെൽറ്റ്, സോക്സ് ആൻഡ് ഡാർക്ക് കളർ ഷൂസ് ആൻഡ് ബിയർഡ് എല്ലാം നീറ്റ്ലി ട്രിംഡ് ആയിരിക്കണം. പിന്നെ ടൈ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈ ആഡ് ചെയ്യാവുന്നതാണ്. ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്. അപ്പം ഓൾറെഡി ഓരോ ദിവസം അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് തരും. ഓരോരുത്തർക്കും ഒരു ദിവസം ഒരു 40 to 50 ആൾക്കാർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് കൊടുക്കും. അപ്പം നമ്മൾ ഒരു ഇൻ്റർവ്യൂ നമ്മൾ രാവിലെ ആണെന്നുണ്ടെങ്കിലും ഈവനിങ് വരെയും ഇൻ്റർവ്യൂ അവർ കണ്ടക്ട് ചെയ്യും. സോ ലാസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ കയറിയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നിങ്ങൾ ആ പാനലിൽ യൂഷ്വലി 7 to 8 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവും. പല ഡെന്റൽ സ്പെഷ്യാലിറ്റീസിലുള്ളവരായിരിക്കും അവിടെ കാണുക. ഫസ്റ്റ് നമ്മൾ ലേഡീസിനെ വിഷ് ചെയ്യുക.
അത് കഴിഞ്ഞ് ഓരോ സ്പെഷ്യാലിറ്റിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരവരുടെ സ്പെഷ്യാലിറ്റിയിലുള്ള കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചോദിക്കാം ഡിസ്ക്രൈബ് യു ഇൻ 3 ലൈൻസ്, അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്കതിൽ പറയാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് 5th ഇയർ വരെ, അതായത് 5 വർഷത്തെ എല്ലാ കാര്യങ്ങളും ഏത് വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ മെയിൻ കാര്യം. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഗ്രേസ്ഫുള്ളി അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അറിയില്ല എന്ന് പറയുക. ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഡേ എൻഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അത് കഴിഞ്ഞ് സെലക്ട് ആയവരെ മാത്രമായിരിക്കും അവർ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോവുക. മെഡിക്കൽ ചെക്കപ്പ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസമായിട്ടായിരിക്കും അവർ കണ്ടക്ട് ചെയ്യുക. സോ ഇതിനോട് ചെയ്യേണ്ട എല്ലാ ചാർജുകളും അവർ തന്നെയായിരിക്കും വഹിക്കുക, മെഡിക്കൽ ചെക്കപ്പിനുള്ള എല്ലാ ചാർജുകളും. പിന്നെ അതിന് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും. ലൈക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യും, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, സർജറീസ് ചെയ്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ചില ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഫിസിക്ക് പ്രോപ്പറായിട്ടുള്ള, അതായത് വെൽ ബിൽറ്റ് അല്ലാത്ത ആൾക്കാർ, ഓവർ വെയ്റ്റ്, അണ്ടർ വെയ്റ്റ്, അതൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ഓവർ വെയ്റ്റോ അണ്ടർ വെയ്റ്റോ ആയിട്ട് ഈ മെഡിക്കൽ ചെക്കപ്പിൽ നിന്ന് ഔട്ട് ആവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് 1 month ടൈം പീരീഡ് തരും. ആ 1 monthനുള്ളിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എത്തിച്ചിട്ട് നിങ്ങളടുത്തുള്ള ആർമിയിലും ചെന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഐ പവർ ഒരു 2.5-ൽ കൂടിയ ആൾക്കാരെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും ചെക്കപ്പ് ചെയ്യുമ്പോൾ. നിങ്ങൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഗൈനക്ക് എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും. നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് ഇൻ്റർവ്യൂ പാസ്സായി മെഡിക്കൽ ചെക്കപ്പിന് ഫിറ്റായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ യൂഷ്വലി ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലായിരിക്കും യൂഷ്വലി അത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന 1 മാസം മുന്നേ അവർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇൻ്റർവ്യൂ പാസ്സായി മെഡിക്കലും പാസ്സായി എന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month നിങ്ങൾക്ക് അവർ നോട്ടിഫിക്കേഷൻ തരും. വിത്തിൻ 1 month നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ മെയിനായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ BDS ആണെന്നുണ്ടെങ്കിൽ ഒരു 4 years സർവീസ് കഴിഞ്ഞിട്ട് ഈ ആർമിയിൽ തന്നെ അവർ MDS പഠിപ്പിക്കുന്നു. ഏത് സ്പെഷ്യാലിറ്റീസ് വേണമെങ്കിലും MDS പഠിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഷോർട്ട് സർവീസ് ഉണ്ട്, പെർമനൻറ്റ് സർവീസ് ഉണ്ട്. അതായത് 30 yearsന് മുന്നേ 4 years ആർമിയിൽ ഇതേപോലെ ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് സർവീസ് ആയിട്ട് 18 years നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഒരു MDS എടുത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരു 35 yearsന് മുമ്പേ ഒരു 1.5 year ആർമിയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് സർവീസിൽ വർക്ക് ചെയ്യാം. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാത്തവർക്കും നിങ്ങളോട് ഒരു പ്രാവശ്യം ചോദിച്ച് കേട്ടിട്ടുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ.